നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന് ഞാൻ നിന്റെ വീട്ടിൽ. ഹലോ എവ്രി വൺ, നമ്മളിന്ന് പോകാൻ പോകുന്നത് സ്റ്റുഡിയോയിലോട്ടാണ്. ഓക്കെ, അവിടെ നല്ല കിഡിലൻ കൊറിയൻ ലൂസ് ഫിറ്റ് പാൻസ് എത്തിയിട്ടുണ്ടെന്ന് ഞാൻ കേട്ടായിരുന്നു. നമുക്ക് അത് പോയി പർച്ചേസ് ചെയ്താലോ? സോ ലെറ്റ്സ് ഗോ. അപ്പോൾ നമ്മൾ സ്റ്റുഡിയോ എത്തി ഗൈസ്. നമുക്ക് വണ്ടി പാർക്ക് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് കയറി പോവാം. ഓൾറൈറ്റ്, അപ്പോൾ ഇവിടെ കമാൺ. ഞാൻ ചെന്ന് കയറിയപ്പോൾ തന്നെ അവിടെ കണ്ട സംഭവം എന്ന് വെച്ചാൽ ഏറ്റവും അപ് ടു ഡേറ്റഡ് ആയിട്ടുള്ള കൊറിയൻ സ്റ്റൈലിലുള്ള പാൻസും അതുപോലെ തന്നെ ഓവർ സൈസ് ടീഷർട്ടൊക്കെ കിടപ്പുണ്ടായിരുന്നു. അതിനകത്ത് ഒന്ന് രണ്ടെണ്ണം ഞാൻ അപ്പം തന്നെ പൊക്കി ട്രയൽ ചെയ്തു. ഞാൻ ചൂസ് ചെയ്ത ലുക്കിനകത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, അപ്പം ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി. ഇനിയിപ്പം ഫോർട്ട് കൊച്ചി ഡേവിഡ് ഹാളിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതിപ്പം തോപ്പുംപടിയിലെ സ്റ്റുഡിയോയിലാണ് ഞാൻ വന്നത്. കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഡേവിഡ് ഹാളിലേക്ക് ഇറങ്ങുവാണ്. സോ സീ യു ഓവർ ദെയർ. നോർമലി തോപ്പുംപടി ഈ സമയത്തൊക്കെ ഒരു 8-8:30 ആ സമയത്തൊക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം തിരക്ക് വഴിയിൽ കാണും. പക്ഷേ ഇന്ന് മഴയൊക്കെ പെയ്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അത്ര വലിയ തിരക്ക് കാണുന്നില്ല. പിന്നെ അത് തന്നെയുമല്ല, ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഒട്ടുമിക്ക ആൾക്കാരും ഫോർട്ട് കൊച്ചിയിലോട്ട് ഹാങ് ഔട്ട് ചെയ്യാൻ വേണ്ടി വരുന്നൊരു സമയമാണത്. ഞങ്ങളവിടെ ചെന്നപ്പോഴത്തേനും വഴിയിലൊന്നും സ്ട്രീറ്റ് ലൈറ്റിന് ലൈറ്റ് കാണുന്നുണ്ടായിരുന്നില്ല. കുറച്ച് ഡേവിഡ് ഹാൾ എത്തുന്നതിന് കുറച്ചൊക്കെ ആയിട്ടുള്ള ഭാഗത്ത് ലൈറ്റൊന്നും കാണുന്നില്ലായിരുന്നു. ഇപ്പോൾ മഴ പെയ്തിട്ടാണ് എന്താണെന്ന് അറിയില്ല, പക്ഷേ ലൈറ്റ് ഇല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അകത്തേക്ക് കയറിപ്പോയി. അവിടെ ചെന്നപ്പോൾ എനിക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നു പുറത്ത് ഡേവിഡ് ഹാളിൻ്റെ രാത്രിയുള്ള കുറച്ച് വിഷ്വൽസൊക്കെ പകർത്തണം എന്ന്. പക്ഷേ അത് നടന്നില്ലെന്ന് വെച്ചാൽ ലൈറ്റ് ഇല്ലായിരുന്നു. അകത്താണെങ്കിൽ പോലും തന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈറ്റ് പോയും വരെയും ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ലൈറ്റ് വന്നപ്പോഴത്തേനും ഞാനവിടെ ആ മേളിലൊക്കെയുള്ള ഓല വെച്ച് മേഞ്ഞേക്കുന്ന ആ റൂഫിങ്ങൊക്കെ ഞാനിതിനകത്ത് ക്യാപ്ചർ ചെയ്തത്. പിന്നെ ഞങ്ങൾ ചെന്നപ്പം എവിടെ ഞാൻ പോയാലും ഒരു പൂച്ചയോ പട്ടിയോ കാണും. നിങ്ങൾ കയറുന്ന സമയത്ത് കണ്ടു കാണുമായിരിക്കും ഒരു പട്ടി അവിടെ ഇരുന്നിരുന്നത്. ഇപ്പോഴത്തെ ഒരു പൂച്ച എൻ്റെ അടുത്ത് വന്നത്. പട്ടി നാറി, നിന്റെ അടുത്ത് ഞാൻ എന്തോ ഉണ്ടാക്കാൻ വന്ന് ഞാൻ നിന്റെ വീട്ടിനകത്ത് വന്നോ? നിന്റെ കുടുംബത്തിൽ കയറി വന്നോ? ഇല്ലല്ലോ. അങ്ങനെ ഞങ്ങൾ പൂച്ചയൊക്കെ കളിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഓർഡർ ചെയ്ത സംഭവം വന്നു. ഞാൻ ഓർഡർ ചെയ്തത് ഒരു കാരമൽ ലാറ്റെ, പിന്നെ ഒരു മസാല ചായ്, പിന്നെ ഒരു ഗാർലിക് ആൻഡ് സ്പൈസി ഫ്രഞ്ച് ഫ്രൈസ്. അങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് ഞാനവിടെ മതിമറന്നിരുന്നപ്പോഴത്തേനുമാണ് നമ്മുടെ പൂച്ചക്കുട്ടി അവിടെ വന്നിട്ട് കരഞ്ഞുകൊണ്ടിരിക്കണമുണ്ട്. എന്ന് വെച്ചാൽ അതെനിക്കൊന്ന് വിശന്നിട്ടാന്ന് തോന്നുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. അങ്ങനെ അതിനൊക്കെ കഴിക്കാനൊക്കെ കൊടുത്ത് ഞാൻ 1-2 ഫോട്ടോ ഒക്കെ ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞ് പുറമേയുള്ള ആംബിയൻസ് ഒക്കെയും ക്യാപ്ചർ ചെയ്തിരിക്കുന്ന സമയത്താണ് അവിടെ അകത്ത് കാരയോക്കെ നടത്തുന്നത് കണ്ടൊരു ഫാമിലി. ഡേവിഡ് ഹാളിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾ ഈ കാണുന്ന പോലെ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറൽ ഭംഗിയാണ്. കാരണം ഇത് 17-ാം നൂറ്റാണ്ടിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ബംഗ്ലോ ആയിരുന്നു. പിന്നീട് അതിനുശേഷം അതൊരു ജൂയിഷ് ഫാമിലി, കോഡർ ഫാമിലി എന്ന് പറയുന്ന ഫാമിലി അവരുടെ അടുത്ത് നിന്ന് വാങ്ങി. അതിനുശേഷമാണ് ഈ ബിൽഡിങ്ങിന് ഡേവിഡ് ഹാൾ എന്നുള്ള പേര് നൽകിയത്. അതിനുശേഷം ഇപ്പം നിലവിലിത് സീജിഷ് എർത്ത് എന്ന് പറയുന്ന ഒരു ഹോസ്പിറ്റാലിറ്റി ആൻഡ് വെൽനസ് കമ്പനിയാണ് ഇത് ഓൺ ചെയ്യുന്നത്. ഇപ്പം പിന്നെ അതുപോലെ തന്നെ നിങ്ങളിതിനകത്ത് കാണുന്ന പെയിൻറ്റിങ് എക്സിബിറ്റ്സ്, അതുപോലെ തന്നെ നല്ല ഭക്ഷണം ഇതിനകത്ത് സെർവ് ചെയ്യുന്നത്. അങ്ങനെ ഇതേപോലെ ഈ ഫാമിലിയെ പോലെ തന്നെ നമുക്ക് ഇവിടെ വന്ന് ചില്ല് ചെയ്യാം, ഫ്രണ്ട്സായിട്ടൊക്കെ ഹാങ് ഔട്ട് ചെയ്യാൻ പറ്റിയ നല്ല സ്ഥലമാണ്. അങ്ങനെ പാട്ടൊക്കെ കേട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ഇറങ്ങാൻ നേരം അവിടെ ഞങ്ങൾ കയറുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന പട്ടിക്കുട്ടി നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതിനായിട്ട് ഞങ്ങളവിടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അതിനോട് ബൈ ബൈയും പറഞ്ഞ് ഞങ്ങളവിടെ നിന്ന് ഡേവിഡ് ഹാളിന് ബൈ ബൈ പറഞ്ഞിറങ്ങി. അപ്പോൾ ഇനി ഇത്രയേ ഉള്ളൂ ഗൈസ്. ഞങ്ങൾ ഡേവിഡ് ഹാളിൽ നിന്ന് കഴിച്ചു, കുറച്ച് അത്യാവശ്യം ചില്ലൊക്കെ ചെയ്തു, തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ സീ യു നെക്സ്റ്റ് ടൈം. ബൈ.